മെഡിക്കൽ കോളേജിലെ അനാസ്ഥ അവസാനിപ്പിക്കുക. കോന്നി എംഎൽഎയുടെ ദാസ്യം അവസാനിപ്പിക്കുക. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കൊണ്ട് പഠിച്ച്. നമസ്കാരം. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ വിവാദ ചുഴിയിൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ ചികിത്സാ പിഴവിന് പിന്നാലെ പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിലും ചികിത്സാ പിഴവ്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംസ്ഥാന വ്യാപകമായി സമരത്തിലേക്ക് നീങ്ങുകയാണ്. ആലപ്പുഴയിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിന് നാണക്കേടുണ്ടായതിന് പിന്നാലെയാണ് കോന്നിയിലും സമാനമായ സംഭവം. കോന്നി അരുവാപ്പുലം സ്വദേശി 10ാം ക്ലാസ്സുകാരൻ തൻസീറിന്റെ ഒടിഞ്ഞ കൈയിൽ ശസ്ത്രക്രിയ നടത്തി പ്ലാസ്റ്റർ ഇട്ടു. 2 മാസം ചികിത്സ നടത്തി. ഒടുവിൽ കൈ വളഞ്ഞുപോയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കുട്ടിക്ക് കൈക്ക് വീണ്ടും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉപരോധിക്കാനുള്ള ശ്രമവും നടന്നു. പങ്കെടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മെഡിക്കൽ കോളേജിലെ അനാസ്ഥ അവസാനിപ്പിക്കുക. കോന്നി എംഎൽഎയുടെ ദാസ്യം അവസാനിപ്പിക്കുക. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. സൂചനയാണിത്, സൂചന മാത്രം. സൂചന കൊണ്ട് പഠിച്ച്. കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. സൂചന സമരം സിന്ദാബാദ്. തൻസീറിന് നഷ്ടപരിഹാരം ലഭ്യമാക്കുക. പരിമിതിയുള്ളത് നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഏകപക്ഷീയമായി ചില ആളുകൾക്ക് മാത്രമായി പോവുക, അത് മുഴുവൻ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോവുക, അത് നമുക്ക് അത് സൂപ്രണ്ട് എന്ന നിലയിൽ ഡോക്ടറെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കണം. അത് കൃത്യമായി നമ്മൾ ഈ കാര്യത്തിലെല്ലാം ഇടപെടും. നമ്മൾ അങ്ങനെ പോകാൻ പറ്റും. കുടുംബത്തിലെ ഒരു പയ്യനാണ്. ഈ പയ്യന് സർക്കാരിൽ നിന്ന് സഹായം കിട്ടുന്ന ശക്തമായ സമരം വലിയ പൈസയാണ്. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. കുഴപ്പമില്ല, നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. ഓപ്പറേഷൻ കഴിഞ്ഞ് വിജിബിഎച്ച് കിടപ്പുണ്ട്. DC പെർസെന്റ് ഒരു ചെറിയ സഹായം ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും അവിടുത്തെ ജില്ല അറിയാവുന്നില്ല. അപ്പൊ സൂപ്രണ്ട് ഇത് ന്യായമായ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി അതിനുള്ള കളക്ടറുമായിട്ട് സംസാരിക്കും. ഈ പയ്യന് വിഷയം ഉണ്ടായപ്പോൾ സ്ഥലത്തെ MLA പറഞ്ഞുകൊണ്ട് DSPക്ക് പരാതി കൊടുക്കാൻ. DSP കൊണ്ട് പരാതി കൊടുക്കാൻ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നാണ് DCCയുടെ ആവശ്യം. എന്നാൽ ചികിത്സയിൽ ഡോക്ടർമാർക്ക് വീഴ്ച പറ്റിയെന്ന് കുടുംബം ആരോപിക്കുമ്പോഴും അധികൃതർ ഇത് നിഷേധിക്കുകയാണ്. ഈ തൻസീർ എന്ന വയസ്സുള്ള 14 വയസ്സുള്ള കുട്ടി 15-ാം തീയതി രാവിലെ ഇവിടെ 11 മണിക്ക് കാഷ്വാലിറ്റിയിലാണ് വന്നത്. അപ്പോൾ അന്ന് ടർഫ് അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ടർഫിൽ കളിച്ചപ്പോൾ വീണതിന് നിന്ന് വലത് കൈ കുത്തി വീണപ്പോൾ ബോത്ത് ബോൺ ഫ്രാക്ചറാണ് വന്നത്. അപ്പോൾ ഈ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് പല രീതിയിൽ മാനേജ് ചെയ്യാം. ഒന്ന് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞ് നമുക്ക് കൺസർവേറ്റീവായിട്ട് പ്ലാസ്റ്റർ ഇട്ട് അത് നിവർത്തിയിട്ട് പ്ലാസ്റ്റർ ഇട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് ലോങ് സ്ലാബ് ഇട് അത് പിന്നെ മരുന്നൊക്കെ കൊടുത്തു വിട്ട് അങ്ങനെ 2ാമത്തെ പ്രാവശ്യം വരുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ എക്സ്റേ എടുത്ത് അന്നും ഈ 2 എല്ല് ചെറുതായിട്ട് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ അപ്പോൾ അവർ പറഞ്ഞ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് പ്ലേറ്റ് ഇട്ട് മുറുക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എന്നായിരുന്നു 24/11/25 കുട്ടിയുടെ അച്ഛൻ്റെ ഇൻഫോംഡ് കൺസെൻറ്റോടുകൂടി ജനറൽ അനസ്തേഷ്യ കൊടുത്ത് 2 എല്ലുകൾ ഓപ്പൺ റിഡക്ഷൻ വിത്ത് ലോക്കൽ കംപ്രഷൻ പ്ലേറ്റിംഗ് അണ്ടർ GA ഓപ്പറേഷൻ. അതിനകത്ത് നമ്മൾ സാധാരണ ഈ ഓപ്പൺ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് CM എന്നുള്ള മെഷീൻ എക്സ്റേ അതിനകത്ത് നോക്കും ബോൺ അലൈൻമെൻറ്റ് കറക്റ്റാണോ ഇല്ലയെന്ന് നോക്കും. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് കറക്റ്റായിരുന്നു, അലൈൻമെൻറ്റ് കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് OP പിന്നെ 10 ദിവസം കഴിഞ്ഞ് OPയിൽ വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എന്നായിരുന്നു
അപ്പോൾ ഇതിനകത്ത് വൂണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് സ്ലാബാണ് ഇടുന്നത്, പകുതി ഭാഗം അറച്ചിട്ടുണ്ട്. അപ്പോൾ ആ വൂണ്ടൊക്കെ ക്ലീൻ ആണെന്ന് കണ്ടുപിടിച്ച് പിന്നെ അവസാനം നമ്മൾ ഈ 6 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ പ്ലാസ്റ്റർ എടുത്തപ്പോൾ അപ്പോൾ അൾന എന്ന് പറഞ്ഞ ബോൺ കംപ്ലീറ്റ്ലി ഹീൽഡാണ്. പക്ഷേ റേഡിയസ് എന്ന ബോൺ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പം സാധാരണ ഇങ്ങനെയുള്ളപ്പം വീണ്ടും വേണമെങ്കിൽ പ്ലാസ്റ്റർ ഇടാം. അത് ബോൺ ഗ്രോത്ത് വന്നാൽ അത് ആ ഏരിയ ആ ഡിഫക്റ്റ് കവർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ട് ആ പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഗ്രാഫ്റ്റ് ഫില്ല് ചെയ്ത് നമുക്ക് റെഡി ചെയ്യാവുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുട്ടിക്ക് എന്തോ പിന്നെ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഇൻഷുറൻസ് ഉള്ള പേഷ്യൻ്റാണ്. ഇപ്പോൾ 10-40 നമ്മളിവിടെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റും നീ റീപ്ലേസ്മെൻറ്റും നടത്തി ഈ മെഡിക്കൽ കോളേജിൽ ആദ്യം നവംബർ മാസം ഇവിടെ വരുന്നു, വീട് പരിക്കേറ്റ് വരുന്നു. അന്ന് സർജറി ചെയ്തു. ചെയ്ത് കഴിഞ്ഞാൽ ആ ഊട്ടി ഹീലായിക്കൊണ്ടാണ് പിന്നെ പ്ലാസ്റ്റർ ചെയ്യുക. അതുവരെ ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക എടുത്ത് മാറ്റാൻ പറ്റുന്ന കവറിങ് ഇടും, അതിട്ട് വിടുന്നു. അത് കഴിഞ്ഞ് അത് നമ്മൾ ചെയ്തേക്കുന്നതിന് ആ 2 ഒടിവ് നേരെ ആവാൻ വേണ്ടി അല്ലെങ്കിൽ ജോയിന്റ് ആവാൻ വേണ്ടിയുള്ള സർജറി ആണോ ചെയ്തേക്കുന്നത് ഫസ്റ്റ്? പിന്നെ ഈ റുട്ടീൻ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ഓരോ തവണ എക്സ്റേ എടുക്കുമ്പോൾ ഈ ഡോക്ടർ കണ്ടില്ലേ ഇത് അടുക്കുന്നുണ്ടോ, അത് കറക്റ്റായിട്ട് ആ ഗ്യാപ്പിലേക്ക് വീണില്ലേ എന്ന് ഡോക്ടർ കണ്ടില്ലേ? എത്ര തവണ എക്സ്റേ എടുത്തു, എത്ര തവണ ഇവാലുവേറ്റ് ചെയ്തു, ഓരോ തവണത്തെ ഇവാലുവേഷനിലെ റീഡിംഗ് എന്തുവരും? ഇതാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിയാമിലുള്ള പിക്ചർ. ഇതിനകത്ത് 2 ബോൺ കറക്റ്റ് ആയിട്ടിരിക്കും. നോക്കാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഈ കുട്ടികളാണ്, പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഈ അസ്ഥി എന്ന് പറയുന്ന എയറിലല്ല ഇരിക്കുന്നത്. ഇതിനകത്ത് പല മസിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിന്റെ നാച്ചുറലി ചില ട്രാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അലൈൻമെന്റ് മാറാനുള്ള ഈ 2 ബോണും ഒരേ ലെവലിൽ തന്നെ പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒരു സപ്പോർട്ടും ഇല്ല. ഈ 2 പ്ലേറ്റിലാണ് ഇത് നേരെ നിൽക്കുന്നത്. ചെറിയൊരു പിന്നെ ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനുശേഷം എക്സ്റേ എടുത്തായിരുന്നല്ലോ. ആ എക്സ്റേക്കകത്ത് എന്താ അതാണ് ആ ഗ്യാപ്പിലോട്ട് അത് വീണില്ലേ പ്ലേറ്റ്? അല്ല ജൂനിയർ ഡോക്ടർ അല്ലല്ലോ സാറേ, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ അത് കഴിഞ്ഞ് അത് ഹീൽ ചെയ്യാനായിട്ട് 6 ആഴ്ച എടുക്കും. അതെ അതെ. അടുത്തതിന് വന്നപ്പോഴാണ് വീണ്ടും അത് അകന്നിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴാണ് നമ്മൾ ഈ ഓപ്പൺ പിന്നെ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാവുന്ന ഈ പ്രൊസീജിയർ ഇപ്പൊ ഈ കുട്ടിക്ക് പ്രൈവറ്റ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫെബ്രുവരി മാസം 2-ാം തീയതി. ഫെബ്രുവരി ആണോ? 2 മാസം കഴിഞ്ഞു. അതെ അതെ. അല്ല ഈ ഇതെന്ന് പറയുന്നത് ഈ 2 ബോൺ പോയിരിക്കും. അവിടെ ബോൺ വന്ന് ഹീൽ ചെയ്യാനായിട്ട് 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ എടുക്കും സംഭവം. അതെ അതെ. അതിപ്പോ ഈ OP നമുക്ക് സർജറി ഒരു ദിവസമേ ഉള്ളൂ. ഈ ഓർത്തോ സർജറി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ സർജറി ENT അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുക. അപ്പൊ നമ്മളിത് ഇതെല്ലാം സർജറി ഇവിടെ എല്ലാം ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ എന്തോ പിന്നെ അത് രണ്ടാമത്തെ കാര്യമില്ല. ഗ്രാഫ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് ഇവിടെയും ചെയ്യാം അവിടെയും ചെയ്യാം. അവരിവിടെ വന്നപ്പോൾ അവര് പറഞ്ഞത് നമുക്ക് തെളിവില്ല. അവര് പറയുന്നത് ഇത് ഭയങ്കര പ്രശ്നം പറഞ്ഞപ്പോൾ ഇവിടെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പി ചെയ്യാൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തത് അല്ല അതൊന്നും ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് പറയാവുന്ന തെളിവില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ വന്ന 15 സർജറി കഴിഞ്ഞു, വൂണ്ട് ഹീലായി, അത് കഴിഞ്ഞ് ഈ പറയുന്ന റിമൂവിങ് കവറിങ് ഇട്ടു, അത് കഴിഞ്ഞ് ഫ്രാക്ചർ നമ്മളെന്താ പ്ലാസ്റ്ററിങ് ചെയ്യുക. ആ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുട്ടി എത്ര തവണ ഇവിടെ റീവിസിറ്റ് വന്നു? ഓരോ തവണ റീവിസിറ്റ് വന്നപ്പോൾ ഈ ഫ്രാക്ചർ സെറ്റ് ആയിട്ടുണ്ടോ, ആ നമ്മുടെ പ്ലേറ്റിംഗ് അവിടെ നിന്ന് മാറിയിട്ടുണ്ടോ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ നോക്കിയില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ ചെയ്തില്ലേലും ഇത് നാച്ചുറലി ഹീൽ ആവും. അത് പറയട്ടെ, അത് സമയം എടുക്കും. അതായത് നമ്മളൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മളൊരു കോൺക്രീറ്റ് ചെയ്യുന്നു, അതിന്റെ ക്യൂറിംഗ് പീരീഡ് ഉണ്ട്, മനസ്സിലായില്ല? അല്ലാതെ നമ്മള് കോൺക്രീറ്റ് ചെയ്തിട്ട് താമസിക്കില്ല. അപ്പൊ അത് തന്നെ പറയും ഹീലിംഗ് എന്ന് പറയുന്നത് നാച്ചുറൽ. അത് ഇത് വരണം, അത്ര ബോൺ ഇത് തീർത്ത് വരണം അവിടെ സംഭവം, മനസ്സിലായില്ലേ? 14 വയസ്സുള്ള കുഞ്ഞാ, ആ കുഞ്ഞ് വീട് പൊടിഞ്ഞു, അവരിവിടെ കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജിൽ നിന്ന് വെച്ച് ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്തു, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ട്രീറ്റ് ചെയ്ത ശേഷമുള്ള ഓരോ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ആ ഓർത്തോ നോക്കണ്ടേ അതിനകത്ത് ബോണ്ട് സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് ഫെബ്രുവരി 2-ാം തീയതി അവിടുന്ന് പോയി കഴിയുമ്പോൾ പറയാം ഗ്രാഫ്റ്റിംഗ് ഇവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചികിത്സ ഇവിടെ ചെയ്തത്? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, ഇവിടെ ഓർത്തോയിൽ എത്ര ഡോക്ടർമാരുണ്ട്? അത് നമ്മളിപ്പോ ഞാനിവിടെ വീഴുവാ, പേഷ്യൻസിന്റെ കുഴപ്പമാണ്.
അത് ഈ സിസ്റ്റത്തിന്റെ അല്ല, വിഷയമല്ലേ? ഈ നമ്മളില്ലാത്ത ഇത് വെച്ച് സർജറി ചെയ്ത് കൊടുക്കുന്നത് അല്ലേ, ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജ് ഉള്ളതുകൊണ്ട് എന്താണ് പ്രയോജനം? കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ഡോക്ടർ അപകടത്തിൽപ്പെട്ട് പോയി ചികിത്സിച്ചത് നിർത്തില്ല. എവിടെ ഇവിടെ വന്നിട്ടാ പോയി ആ കുട്ടിയല്ലേ ജയാറല്ലേ അത് ഇവിടെ വന്ന് ഇവിടെ വന്നതിന് ശേഷം അങ്ങോട്ടൊക്കെ പോയി, അങ്ങോട്ട് ഒരു ഇവാലുവേഷൻ വേണ്ടി പോയതുകൊണ്ട് കളക്ടർ പോയത്. അപ്പൊ ഇത് ഗുരുതരമായ വീഴ്ചയല്ലേ സംഭവിച്ചത്? ഈ ഡോക്ടർ എന്ത് നടപടി അയ്യോ ഉണ്ടാവും? അങ്ങനെ എന്തല്ല, ഇതൊരു ചെറിയൊരു മെഡിക്കലാണ്. നിങ്ങൾ ഈ വലിയ ചെറിയ മെഡിക്കൽ കോളേജ്. 4 വർഷമായുള്ളൂ ഈ മെഡിക്കൽ തുടങ്ങിയിട്ട്, മനസ്സിലായില്ലേ? ഇത് 5ാമത്തെ ബാച്ചാണ് ഈ അടുത്ത വർഷം വരുന്നത്. നിങ്ങൾ പിന്നെ ഈ വലിയ മെഡിക്കൽ കോളേജുകളുടെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചു. ഈ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 75 വർഷമായി, കോട്ടയം എത്രയായി, ആലപ്പുഴ എത്രയായി. ഇതിന് അതൊരു നാച്ചുറൽ ഗ്രോത്ത് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ എത്ര കാലം കാത്തിരിക്കണം? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു കൊച്ചു ജനിച്ചു വീണു, അപ്പൊ നിങ്ങൾ അതൊരു MBBS പഠിക്കണമെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം കൊണ്ട് MBBS ഏർപ്പെടുക. അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ച പോലെ തന്നെയാണ് മെഡിക്കൽ കോളേജ്. അല്ല, ഈ സമൂഹത്തെ എത്ര നിസ്സാരവൽക്കരിക്കല്ല, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തോടെയാണ് അത്. അല്ല, അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത്ര വലിയ ഇന്നലെ അവരുടെ കൈ വീണ്ടും തുറന്ന് ഇടുപ്പല്ലിൽ നിന്ന് എല്ലാം എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വീണ്ടും വെച്ചു. സാറേ, ഇതിന്റെ പെയിൻഫുൾ ആ ഒരു കുറവ് വളരെ വയസ്സേ ഉള്ളൂ സാറേ. അതിന് നമ്മൾ സംഭവിച്ചു ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഓരോ ടെക്നിക്കില്ലേ വൈദ്യശാസ്ത്രത്തിന്റെ, അല്ലെങ്കിൽ ഇത് ജീവിക്കുന്ന തെളിവാണ് എന്റെ. ഇത് കണ്ട എന്റെ ബോൺ അടിച്ചത്, ഇത് നോക്കിയേ, ഇത് വളഞ്ഞിരിക്കുന്ന നോക്കിയേ. അത് നാച്ചുറൽ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇത് ഇതെന്താ പറയുക, 1971 വീണ ഇതാ. അന്നത്തെ ട്രീറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഇരിക്കും നോക്കി. അപ്പൊ അത് നമ്മള് ഈ എക്സ്പ്ലനേഷൻ മോളിലോട്ട് അയച്ചിട്ടുണ്ട്. അല്ല, അറിയിച്ചു കഴിഞ്ഞു നമ്മൾ. സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് തീർത്തും പരാജയമാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം ആലപ്പുഴയിലും കോന്നിയിലെയും സംഭവങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.